Next law of chemical combination is law of definite proportion. This law proposed by Joseph Prost. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. ഇതും ചോദിക്കാറുണ്ട്. ഹു പ്രപ്പോസ്ഡ് ദിസ് ലോ? ജോസഫ് പ്രോസ്റ്റ് പ്രപ്പോസ്ഡ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന എക്സാമ്പിളാണ് C+O2 ഗീവ്സ് CO2. നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. അതേപോലെ ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് CO2 ആണ്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 ഫോം ചെയ്തിരിക്കുന്നത്. ഇനി CaCO3 കാൽസ്യം കാർബണേറ്റ് റിയാക്ട്സ് വിത്ത് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. The product formed is CaCl2 calcium chloride H2O water molecule plus CO2 കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ റിയാക്ഷനിലും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഇവിടെ കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് റിയാക്ഷനിലൂടെയും ഫോം ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 12:32 എന്നാണ്. കാർബണിൻ്റെത് 12ഉം O2വിൻ്റെത് 32ഉം 12:32 എന്ന പ്രപ്പോർഷനിലാണ്, തോതിലാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 3 × 4 = 12, 8 × 4 = 32. ഇങ്ങനെ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യും. മാസ് 3 ഗ്രാമിന് 8 ഗ്രാം എന്ന തോതിൽ. ആ പ്രപ്പോർഷനിലാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള മോളിക്യൂള് ഏത് വഴിയിലൂടെ ഫോം ചെയ്തതാണെങ്കിലും അതിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ, ഒരു 3:8 എന്ന് പറയുന്ന ഒരു സിമ്പിൾ റേഷ്യോയിലാണ് ഈ രണ്ട് കമ്പോണൻസും എക്സിസ്റ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ. ഈ ലോയും നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം, പ്രസ്താവിക്കണം. എങ്ങനെ പ്രസ്താവിക്കാം? ദ സെയിം കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ exactly same proportion of elements by weight. വെയ്റ്റിൻ്റെ തോതിൽ നോക്കുമ്പോൾ സെയിം കോമ്പൗണ്ട് എപ്പോഴും സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ് ബൈ വെയ്റ്റ്, ഒരേ തോതിലുള്ള പ്രപ്പോർഷനിലായിരിക്കും ആ കോമ്പൗണ്ടിൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. ഇതിന് അത് ഏത് വഴിക്ക് പെർഫോം ചെയ്ത റിയാക്ഷൻ പ്രോഡക്റ്റ് ആണെങ്കിലും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ലോയെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞത്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. ഇവിടെ ഈ ലോയെ നമുക്ക് വേറെ പേരുകളിലും കൂടി പറയപ്പെടും. ദിസ് ലോ ഈസ് ആൾസോ കാൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്നുള്ളതിന് പകരം ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്ന് പറയും. ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. അതേപോലെ തന്നെ ഈ ലോയെ വേറൊരു പേരിലും കൂടി അറിയപ്പെടും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. ഡെഫിനിറ്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ, സ്ഥിരമായിട്ടുള്ള കോമ്പോസിഷനിലായിരിക്കും. അതായത് 3:8 എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്താലും 3:8 എന്നുള്ള കോമ്പിനേഷനിൽ കോമ്പോസിഷനിലായിരിക്കും ഇവ എക്സിസ്റ്റ് ചെയ്യുക.